തിരുവനന്തപുരത്ത് നിന്ന് ഇന്ധനം അടിച്ച് ഈ വഴിയൊക്കെ വണ്ടി ഓടിച്ച് ഇതുവരെ വരണമെങ്കിൽ വിളക്ക് വെക്കാൻ പോകുന്നത് ചില്ലറക്കാരന്റെ വീട്ടിലായിരിക്കില്ലല്ലോ. അത് ഒരു ക്ലോസ് ഫ്രണ്ടാ. ഇവിടെ നിനക്ക് ഞാനല്ലാതാകെ ഒരു ഫ്രണ്ടല്ലേ ഉള്ളൂ, മറ്റവൻ ആ കളയാടി മോൻ രാംകുമാർ. അതിന് അവൻ 10-18 വർഷമായിട്ട് ഇംഗ്ലണ്ടിലല്ലേ. ഇത് വേറെ ഫ്രണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, കൊളീഗ്. നിന്റെ മദർ ഇപ്പോ അപ്പൊ ഓർമ്മയുണ്ട് അല്ലേ? ചത്തുപോയി ഒരാഴ്ചക്ക് മുമ്പ്. നീ നാട്ടിലേക്കൊന്നും പോയില്ലേ? പഴയ തറവാട്ടിരുന്ന സ്ഥലത്തേക്കൊന്നും? എന്ത് നാട്? ഒക്കെ പോയില്ലേ, ഇല്ലാണ്ടായില്ലേ. ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോ ആദ്യം പറഞ്ഞത് ഈ പഴയ സ്ഥലങ്ങളിലേക്കൊന്നും പോരുതെന്നാ. നൊസ്റ്റാൾജിയ നൊസന്മാർക്ക് പറഞ്ഞിട്ടില്ല അത്ര. ഭ്രാന്തോ എന്ന് വെച്ച് പഴയ മുറിവൊന്നും അബ്ദു മറന്നിട്ടില്ല കേട്ടോ. ആ മുറിവ് കാരണമാണല്ലോ ഭ്രാന്തുണ്ടായത് എന്ന്. അവനിവിടങ്ങും ഇല്ലല്ലേ? ആര്? രാംകുമാർ നായർ. അവന്റെ നമ്പർ ഉണ്ടോ അവന്റെ കയ്യില്? ഇല്ല, അവൻ നമ്മളെയൊക്കെ പണ്ടേ മറന്നല്ല. 10-12 വർഷം മുമ്പ് അവസാനം സംസാരിച്ചത്. നമ്പർ ഉണ്ടെങ്കിലും നീ തരില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അവനെ ഒന്ന് അറിയിക്കണം. അവനെ അവന്റെ തന്തയും വിശ്വസിച്ച് വിരുന്നൂട്ടി കെട്ടിപ്പൊക്കി എന്റെ ഉമ്മയും പോയെന്ന്. അയ്യോ അന്തർജനം, ഞാനങ്ങനെ പ്രശ്നക്കാരനൊന്നുമല്ല. നിങ്ങൾ വിളക്കൊക്കെ വാങ്ങിച്ച് പതുക്കെ പോയാൽ മതി. ഞാൻ പോവാ. ഞാൻ വെറുതെ. ബ്രഹ്മാണ്ഡ സൊല്യൂഷൻസ് കലക്കം പേരാണല്ലോടാ. ഇതാണോ എന്റെ നമ്പർ? അല്ലല്ല, ഇത് ഓഫീസ് നമ്പർ വേറെയാ. ലാൻഡ് ലൈൻ മാത്രമേ നിലവിലുള്ളൂ. മതേതരവാദികൾക്ക് ശക്തമായ താക്കീതും ഉത്തരവും നൽകാൻ, നമ്മുടെ സഹോദരങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ, നാടിന് ദിശാബോധവും വെളിച്ചവും സമ്മാനിക്കാൻ ലക്ഷ്മൺ കൊഥാഡിയാജി ഇന്ന് വൈകുന്നേരം ബോട്ട് ഹൗസ് മൈതാനിയിൽ പ്രസംഗിക്കുന്നു. ഒപ്പം ലക്ഷ്മൺ സേനയുടെ ദക്ഷിണ ഷെയർ അല്ല, ഈ വിളക്കൊക്കെ നിർബന്ധമാണോ? ഇതൊരു ബിസിനസ് മീറ്റിംഗ് അല്ലേ? പിന്നെ വേണം. അവന്റെ ഹെറിറ്റേജ് റിസോർട്ടിൽ ഇരിക്കട്ടെ നമ്മുടെ വകയൊരു വിളക്ക്. ആരാ അയാള്? ഇൻഡീസൻ ഫെല്ലോ. മാസ്കോ ഇല്ല, കുമാന്ന് കള്ളിന്റെ മണോ. ഞാനും രാംകുമാർ ഈ അബ്ദുള്ളയൊക്കെ ഇവിടുത്തെ മൂത്തരം സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അതിന് പോറ്റിയോട് പഠിച്ചിട്ടുണ്ടോ? അത് പണ്ട് അച്ഛൻ ഇവിടെ ഒരു നരസിംഹമൂർത്തിയുടെ കോവിലില് ദേവസ്ഥന്റെ പൂജാരിയായിരുന്നു. 4 തൊട്ട് 10 വരെ ഇവിടെ പഠിച്ചു. ഇപ്പോഴും നന്നായി സ്വെറ്റ് ചെയ്യുന്നുണ്ട്. ആള് സ്കൂളിലെ പഴയ ബുള്ളിയായിരുന്നു തോന്നല്ലോ. വരണ്ടല്ലേ? ബുള്ളി എന്ന് പറഞ്ഞു? റൗഡി. ഓ, ആ ബുള്ളി. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് സാമൂഹിക അകലം പാലിച്ച് നടത്തുന്ന സമ്മേളനത്തിന്റെ അയാള് രാംകുമാറിനെ പറ്റി ചോദിച്ചപ്പോ പോറ്റി എന്തിനാ കള്ളം പറഞ്ഞു? അത് പറഞ്ഞ പ്രശ്നമാണ്. വെറുതെ ഞാനായിട്ട് കയറി. അല്ല, താനെന്നെ അവിടെ ചെന്നിട്ട് അബ്ദുള്ള കണ്ട കാര്യമൊന്നും പറയണ്ട കേട്ടോ. ഞാനൊന്നും പറയില്ല. അവർ തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു? ആ കഥ പറ, ബോറടിക്കുന്നു. എന്താണെന്ന് വായിച്ചു. നീ വെറുതെ മനുഷ്യനെ നാണം കെടുത്തല്ലേ. ഒന്ന് ട്രൈ ചെയ്യുന്നു. ആദ്യത്തെ അക്ഷരം മാ, രണ്ടാമത്തെ അക്ഷരം താജ്മഹൽ മറിച്ചിട്ട പോലെ ഉണ്ട് അല്ലേ? അങ്കിളിന് മമ്മൂക്കേനെയാണോ ലാലേട്ടനെയാണോ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല മോനെ. നന്നായിട്ട് അഭിനയിച്ച ഇക്കാനെ ഇഷ്ടം, ഏട്ടനെ ഇഷ്ടം. മോൻ ആരെ ഇഷ്ടം? എനിക്ക് രജനീകാന്തിനെയാ. കമലഹാസനായിരുന്നല്ലേ? മാറ്റി. എന്താ മാറ്റിയ? സ്റ്റൈല്.
നമ്മുടെ നായരല്ലേ അത്? അതേലോ പാപ്പ. ഇങ്ങോട്ട് വന്ന് കേറടോ നായരെ. വേണ്ട അച്ഛാ, നമുക്ക് നടക്കാം. വാ അതോ മോനെ ഇറങ്ങി പോറി. ശരി. അതെ, ഞങ്ങൾ അങ്ങോട്ട് വരികയായിരുന്നു. അബ്ദു, രാമ വാ കേറ്. എല്ലാരും ഉണ്ടല്ലോ. ഓ വേണ്ട, ഞാൻ അപ്പുറം കേൾക്കണം. ശരി. അവന്റെ കാറും പത്രാസും. അസ്സലാമലൈക്കും ബഷീർക്ക. നിങ്ങൾ സലാഞ്ചലൊന്നും വേണ്ട നായർ, നമസ്കാരം പറഞ്ഞാ മതി. എന്നാ ഇത് മുബാർക്ക് ബഷീർക്ക. ഈ രാമന് കൊല്ലത്തിലെ ചിക്കൻ ബിരിയാണി കിട്ടുന്ന ആകപ്പാടെ നിങ്ങളുടെ ഈ ആഘോഷത്തിന് അല്ലടാ. മേനോമുക്കിയിലെത്തിയിട്ടുണ്ടാവൂല്ലേ? ആ മേനോനെത്തിയിട്ടുണ്ട്. മോനെ വീട്ടിലിരുത്തിയിട്ടാണ് ഞാൻ ഇവനെയും കൊണ്ട് ഇറങ്ങിയത്. മലമ്പരി പിടിച്ച് 2 ആഴ്ച സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ പോറ്റിക്കുട്ടിയുടെ എന്തോ നോട്ട് ബുക്ക് മേടിക്കണമെന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോ ഞാൻ പോറ്റിക്കുട്ടിയും കയറ്റി. മേശാന്തി ഉണ്ടോ വീട്ടില്? ഇല്ല, ഓഫിലി പോയിരിക്കുക. ഉത്സവമല്ലേ നായരെ, നിങ്ങൾക്ക് ഇതൊന്നും ഓർമ്മയില്ലേ? ഇതൊക്കെ നോക്കാൻ എവിടെയൊക്കെ സമയം? തലയ്ക്ക് മേലെ പ്രാരബ്ധം അറിയാലോ. കല്യാണമേ കല്യാൺ, അതാ അവന്റെ പേര്. എന്നെ ഒറ്റക്കിരുന്ന് മുഷിഞ്ഞ നേരെ വാ. ഓ, ഐഷ എന്താ ഉമ്മ? ദേ ഇതൊന്ന് കൊണ്ടുപോയിക്കും മക്കളെ. ഇത് ഞാൻ ദേ അത് നീ എടുക്കണ്ട. ദേ ഇതെടുത്തു. ഇത് ഞാൻ എടുക്കാം. റേന നീക്ക് സർബത്ത് എടുക്കട്ടാ. ഈ കമ്പനി ഏത് രാജ്യത്താണെന്ന് നേരെ പറഞ്ഞേ? വക്കീലെ, ഫ്രാൻസ്. അക്കാഡിയോ എന്ന പേര്. അല്ലാഹു അലം. ലോകത്തിലെല്ലായിടത്തും 7 കടൽക്കരയിലും ഇവിടെ ഹോട്ടലുകളാ. നമ്മുടെ നാട്ടിലും വരിക. അതെന്തായാലും അഭിമാനം തന്നെ അല്ലേക്കാ. എനിക്ക് ആട്ടിറച്ചിയാണ് ഇഷ്ടം. നിങ്ങൾക്കൊക്കെ ഇഷ്ടം കോഴി ആയതുകൊണ്ടാണ് കോഴി ബിരിയാണി ആക്കിയത്.